എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കെ സാമുവൽ. ഞാൻ കൊല്ലം ജില്ല ആയൂർ മഞ്ഞപ്പാറ എന്ന സ്ഥലത്തുള്ളതാണ്. ഞാൻ 35 കൊല്ലത്തോളം പ്രവാസിയായിരുന്നു. ഞാൻ 1984 ആദ്യമായിട്ട് കുവൈറ്റിലേക്ക് പോകുന്നത്. എന്നാൽ അന്നത്തെ കാലത്തൊക്കെ ഏജൻസിക്ക് പൈസ കൊടുത്ത് ബോംബെയിൽ നിന്ന് പോകാനായിട്ട് ഒരു കഴിവുമില്ലാതിരുന്ന എനിക്ക് ദൈവികമായിട്ട് ഒരു ഫ്രീ ചാൻസാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ അതിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. 1979 ഞാൻ നാട്ടിൽ നിന്നും ആദ്യമായിട്ട് ബോംബെക്ക് പോകുന്നത്. ബോംബെയിൽ ഒരു കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് വിദേശത്തേക്ക് പോകാനായിട്ട് അന്ന് ആദ്യമായിട്ട് ഞാൻ ബോംബെയിൽ നിന്ന് പാസ്പോർട്ട് എടുക്കുകയും ഒരുപാട് ചാൻസുകൾ നോക്കുകയും പക്ഷേ സാമ്പത്തികമായിട്ട് ഇല്ലാഞ്ഞത് കൊണ്ട് നടക്കാതെ ഇരിക്കുന്ന സമയത്താണ് ദൈവികമായിട്ടൊരു ചാൻസ് ഫ്രീ ആയിട്ട് എനിക്ക് 1984 കിട്ടുകയും ഞാൻ കുവൈറ്റിൽ പോവുകയും ചെയ്തത്. ആദ്യമായിട്ട് ബോംബെയിൽ നിന്ന് പോകുന്ന സമയത്ത് നാട്ടിൽ വന്ന് യാത്ര ചോദിക്കാനെന്നുള്ളതായ സാഹചര്യമല്ലായിരുന്നു. അന്ന് ബോംബെയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്, ഡയറക്റ്റ് ഫ്ലൈറ്റ് ബോംബെയിൽ നിന്ന് ബോംബെ ടു കുവൈറ്റിലായിരുന്നു. അവിടെ കുവൈറ്റിൽ ചെന്നതിന് ശേഷമാണ്, അന്ന് ഇത് ടെലിഫോൺ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു, ലെറ്റർ മുഖേനയുള്ള കറസ്പോണ്ടൻസേ ഉള്ളായിരുന്നു. അങ്ങനെ 1984 പോയ കമ്പനിയിൽ 2 കൊല്ലം ജോലി ചെയ്യുകയും പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരികയും ചെയ്തു. ഏകദേശം 84 കാലഘട്ടത്തിലൊക്കെ ഗൾഫിൽ വിദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ആകാംക്ഷമായിട്ടിരുന്ന ഒരു സമയത്താണ് ഇങ്ങനെ പോകുന്നത്. വളരെ ആഹ്ലാദം പോകുന്ന സമയത്തുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അവിടെ ചെന്ന് കമ്പനിയിൽ ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള ഒരു കാലഘട്ടമായിരുന്നു. മണലാരണ്യത്തിലെ ചൂടും അവിടുത്തെ പ്രത്യേകം ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുന്നതായ ആ സാഹചര്യങ്ങളും, അങ്ങനെ 12 ആഴ്ചകൾ വളരെ പ്രയാസകരമായ അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് അവിടെ കാലാവസ്ഥയുമായിട്ടെല്ലാം അങ്ങ് യോജിച്ച് പോകാനായിട്ട് സാധിച്ചു. നാട്ടിലുള്ളപ്പോഴേ റെഗുലറായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിലൊക്കെ പോവുകയും അങ്ങനെ ദൈവീക കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യുമായിരുന്നു. ബോംബെയിൽ ഉള്ള സമയത്ത് ഞങ്ങൾ റെഗുലറായിട്ട് എല്ലാ സൺഡേകളിലും പള്ളിയിൽ പോകുമായിരുന്നു. പള്ളിയിൽ പോവുകയും പ്രയർ മീറ്റിംഗ് എല്ലാം കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതേ അനുഭവം തന്നെ കുവൈറ്റിൽ ചെന്ന ശേഷവും ഞങ്ങൾ അവധിയുള്ള ദിവസം വെള്ളിയാഴ്ചകളിലൊക്കെ പള്ളികളിലും പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ സംബന്ധിക്കുമായിരുന്നു. ഇറാഖ് കുവൈറ്റ് യുദ്ധം നടക്കുന്ന സമയത്ത് ഞാൻ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ അന്ന് ഞങ്ങൾ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേമാതിരി പെട്ടെന്ന് ഇറാഖി സൈന്യം കുവൈറ്റിലേക്ക് വന്നു എന്നറിയാൻ കേട്ടത്. അങ്ങനെ ഞങ്ങൾ കമ്പനിയുടെ ടൂൾസ് എല്ലാം കൊണ്ട് അവരുടെ സ്റ്റോറിൽ ഇടുകയും ഞങ്ങൾ ക്യാമ്പിലേക്ക് വരികയും ചെയ്തു. ക്യാമ്പിൽ വന്ന് അങ്ങനെ ഒരാഴ്ചയോളം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഇറാഖി പട്ടാളങ്ങളെല്ലാം കുവൈറ്റിലേക്ക് വരുന്നത് ഞങ്ങൾ കാണുകയും അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഒഴിഞ്ഞു വരാനായിട്ടുള്ള ഒരുപാട് ശ്രമത്തിലായിരുന്നു. മറ്റുള്ള കൂടെയുള്ള ജോലി ചെയ്യുന്ന കമ്പാനിയൻസ് ഒരു വിഭാഗം ചീട്ടുകളിയിലും മറ്റ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിൽ വരാൻ വേണ്ടി വളരെയേറെ പ്രാർത്ഥനയോടുകൂടി ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ ബസ്സിൽ ഇറാഖിലേക്ക് വരാനായിട്ടുള്ള ശ്രമം നടത്തുകയും ഞങ്ങൾ അങ്ങനെ 2 ബസ്സിൽ നിറയെ ആൾക്കാരുമായിട്ട് ഇറാഖിൽ വരികയും ചെയ്തു. ഇറാഖിൽ വന്നതിന് ശേഷം ജോർദാൻ ബോർഡറിലെത്തി. ജോർദാൻ ബോർഡർ വരികയും ഞങ്ങളുടെ ബസ് കടത്തിവിടുകയുള്ളായിരുന്നു. അങ്ങനെ ആ നിഷ്പക്ഷ മേഖലയിൽ ബസ് പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ വളരെ പ്രയാസകരമായിട്ട് നടന്നു പോകേണ്ട ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഈ 2 പേരുടെയും ഈ ഇറാഖിൻ്റെയും ജോർദാൻ്റെയും മേഖലയല്ലാത്ത സ്ഥലത്തൂടെ ഞങ്ങൾക്ക് വാഹന സർവീസ് ഇല്ലായിരുന്നു. പിന്നെ ഇറാഖ് ബോർഡറിൽ നിന്നും ഞങ്ങൾക്ക് ജോർദാൻ കടക്കാൻ വേണ്ടി വലിയ ഒരു ട്രക്കിലാണ് ഞങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നത്. ആ ട്രക്കിനകത്താണ് ഞങ്ങളെ
ജോർദാനിലാക്കിയത്. അങ്ങനെ ഞങ്ങൾ ജോർദാൻ ബോർഡറിൽ വെയിറ്റ് ചെയ്ത് ആഹാരമെല്ലാം കിട്ടാൻ വന്ന പ്രയാസമായിരുന്നു. പിന്നെ അഭയാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് മറ്റ് ഓരോ സംഘടനകൾ വരികയും സംഘടനകൾ അവിടുത്തെ കുപ്പൂസും മറ്റ് കാര്യങ്ങളിലൊക്കെ വാരി വിതറുകയൊക്കെ ചെയ്തു. അങ്ങനെ അത് പറക്കിയെടുത്ത് കഴിക്കാൻ വേണ്ടിയുള്ളതായ പ്രയാസകരമായിരുന്നു. അങ്ങനെ എല്ലായിടത്തും നമ്മുടെ പ്രാർത്ഥനയും ദൈവികമായ കരുതൽ കൊണ്ട് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യൻ എംബസിയുടെ വാഹനം വരികയും ഞങ്ങളെ ഒമാനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പ്രവാസ ജീവിതത്തിലെ മറ്റൊരു അനുഭവം എൻ്റെ പറയുകയാണെങ്കിൽ, ഖത്തറിൽ കുറേ നാൾ വർക്ക് ചെയ്തു. ഖത്തറിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ റാസലഫാൻ എന്ന് പറഞ്ഞ ഏരിയ എല്ലാം ഗ്യാസ് ഏരിയയാണ്, ഗ്യാസ് പ്ലാന്റാണ്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ക്യാമ്പുകളിൽ ഒരുപാട് പേരുടെ മരണങ്ങൾ നടന്നു. അങ്ങനെ ദുർമരണങ്ങൾ നടക്കുന്നത് കൊണ്ട് പിന്നെ ഈ ഗ്യാസ് ലീക്കേജാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിൽ ക്യാമ്പിൽ ആൾക്കാരെല്ലാം രാത്രി കാലങ്ങളിൽ ഉറങ്ങാത്തതായ ഒരു ദിവസങ്ങളായിരുന്നു. അങ്ങനെ അന്ന് ഈ ദൈവിക പ്രാർത്ഥനയിലൂടെയാണ് ഞങ്ങൾ ധാരാളം ജോലിക്കാർ അന്ന് കഴിഞ്ഞു കൂടിയത്. എല്ലാവർക്കും ഭയമായിരുന്നു വളരെ. അങ്ങനെ ഞങ്ങളുടെ കമ്പനി തന്നെ പറഞ്ഞ് എല്ലാ മതസ്ഥരോടും അവരവരുടേതായ പ്രാർത്ഥനാ സ്ഥലങ്ങൾ കൊടുക്കുകയും അങ്ങനെ ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഒരു ആരാധന ക്രമീകരിക്കാൻ വേണ്ടി ഒരു ക്യാബിൻ തരികയും അങ്ങനെ ഞങ്ങളവിടെ എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം ഞങ്ങൾ കൂട്ടമായിട്ട് വന്ന് ഞങ്ങളുടേതായ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുമായിരുന്നു. എൻ്റെ പ്രവാസ ജീവിതത്തിലെ മറ്റൊരു അനുഭവം പറയുകയാണെങ്കിൽ, ദുബായ് ഷാർജ ലാംറൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അത് റിഗിൻ്റെ വർക്കാണ്. ഭയങ്കര അപകടകരമായ വർക്ക് നടക്കുന്ന സ്ഥലമാണ്. റിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ടാങ്കറിൻ്റെ ഉള്ളിൽ ഇറങ്ങുകയും പ്ലേറ്റുകൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതൊക്കെയായ വർക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങളെല്ലാം ടാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടീ ടൈമിന് എല്ലാവരും വെളിയിൽ വരികയും വെളിയിൽ വന്ന് ടീ കുടിക്കാൻ പോയ സമയത്ത് ഒരു ജോലിക്കാരൻ ഒരു ഗ്യാസ് കട്ടിങ്ങിൻ്റെ ഗ്യാസ് ഹോസ് ടാങ്കിനുള്ളിൽ ഇടുകയും ചെയ്തു. ടാങ്കിനുള്ളിൽ ഇട്ടുന്ന സമയത്ത് അതിൻ്റെ നോബ് ഓപ്പൺ ആവുകയും ഗ്യാസ് ലീക്ക് ആവുകയും ചെയ്തു. അങ്ങനെ തിരിച്ചിറങ്ങി ടീ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഗ്യാസ് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും പെട്ടെന്ന് ടാങ്കറിൻ്റെ ഉള്ളിൽ തീ പിടിക്കുകയും ചെയ്തു. 2 പേര് ആ അപകടത്തിൽ മരിച്ചു. അങ്ങനെ അതിൽ നിന്നും വളരെ ഞങ്ങൾ കുറേ പേർക്ക് പെട്ടെന്ന് മേളിൽ വരാനായിട്ട് സാധിച്ചു. അതൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമായിട്ട് ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കും. അങ്ങനെ ഈ അപകടം നമ്മളെ കൺമുന്നിൽ കാണുന്ന സമയത്തെല്ലാം എപ്പോഴും നമ്മൾ ദൈവത്തെ വിളിക്കുകയും ഏത് സമയത്തും നമ്മൾ പ്രാർത്ഥന മാതാവിൻ്റെയും അതുപോലെ തന്നെ പരിമലത്തിനും വേണ്ടി അങ്ങനെ യേശുവിനെ എല്ലാം ഞങ്ങളിങ്ങനെ മനസ്സിൽ എപ്പോഴും ദൈവത്തെ വിളിച്ചാണ് എപ്പോഴും ഏത് സമയത്തും ജോലി സമയത്തും ഞങ്ങൾ ദൈവികമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് ഇത്രയും നാൾ ഈ പ്രവാസ ജീവിതം നയിക്കാനായിട്ട് സാധിച്ചത്. പ്രവാസ ജീവിതത്തിലെ മറ്റൊരു അനുഭവം ഉണ്ടായ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഖത്തർ റാസലഫാൻ എന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് ഈ റാസലഫാൻ ടു ദോഹ 100 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് ഈ റാസലഫാനിൽ നിന്നും ദോഹയ്ക്ക് പോകാനായിട്ട് ബസ് സർവീസുകളൊക്കെ കുറവാണ്. ദോഹയിൽ നിന്ന് ഞങ്ങൾ ഓംസൈദ് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ക്യാമ്പിലേക്ക് പോയി ഒരു സുഹൃത്തുക്കളെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഓംസൈദ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ടാക്സി റോഡിൽ നിന്ന് തെന്നി മാറി മറ്റൊരു പിക്കപ്പ് വാനുമായിട്ട് ഇടിച്ചു. വലിയൊരു അപകടമായിരുന്നു. അങ്ങനെ അതിൽ നിന്നും ആ അപകടം കണ്ടുകൊണ്ട് വന്ന ആൾക്കാർ ചോദിച്ചു, ഈ കാറിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ജീവനോടുണ്ടോ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ നിസ്സാരമായ പരിക്കുകളോട് മാത്രം ദൈവികമായിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്നും വളരെ രക്ഷ നേടാനായിട്ട് സാധിച്ചു. ഈ അപകടത്തിലും ദൈവികമായ ഇടപെടലിൽ തന്നെ ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഞാൻ പല സ്ഥലങ്ങളിലും അത് അനുഭവ സാക്ഷ്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു അപകടത്തിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. ആ അപകടത്തിൽ നിന്നും പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ട എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്ത് പിന്നെ മറ്റൊരു അപകടത്തിൽ മരിച്ചുപോയി.
പ്രവാസ ജീവിതത്തിലെ മറ്റ് അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു ടാങ്കിൻ്റെ ഷെൽ എറക്ഷൻ നടക്കുന്ന സമയം അതിഭയങ്കരമായ അവിടെ പൊടിക്കാറ്റടിക്കും. പൊടിക്കാറ്റ് അടിക്കുമ്പോൾ ഞങ്ങൾ ക്രെയിനിൽ എറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായ സമയത്ത് വലിയൊരു ശക്തമായ കാറ്റടിക്കുകയും ഒരു പ്ലേറ്റ് വന്ന് ഞങ്ങളുടെ ഉള്ളിലോട്ട് ക്രെയിൻ നിയന്ത്രണം വിട്ട് ഇടിച്ച് കയറുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലേറ്റ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെടാമെന്നൊരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലെല്ലാം ദൈവികമായിട്ട് അതിൽ നിന്നെല്ലാം അപകടങ്ങളിൽ നിന്ന് ഒരുപാട് സമയങ്ങളിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാത്തിനും പ്രവാസ ജീവിതത്തിൽ അന്ന് മുതൽ ആരംഭം മുതൽ പല കമ്പനികളിൽ പോയി ജോലി ചെയ്തതിൻ്റെ കാലഘട്ടം പ്രവാസ ജീവിതം അവസാനിപ്പിക്കുന്നത് വരെയും ദൈവികമായിട്ട് ഇടപെടലുന്നതുകൊണ്ടാണ്, ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും ആശ്രയവും ഉള്ളതുകൊണ്ടാണ് ആ പ്രവാസ ജീവിതങ്ങളിൽ സന്തോഷകരമായിട്ട് അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചത്. പ്രവാസ ജീവിതത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കും പോകുന്നത്. ഞങ്ങൾ പ്രവാസ ജീവിതത്തിൽ പോകുന്നതായ ഓരോ ആഴ്ചകളിലും ഇന്ന സഭാവ്യത്യാസമില്ലാതെ എവിടെല്ലാം ക്യാമ്പുകളിൽ മാറി മാറി പോയിട്ടുണ്ടോ അവിടെല്ലാം ഞങ്ങൾ പ്രാർത്ഥന കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിരുന്നു. അത് എല്ലാ ആഴ്ചകളിലും ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് അല്ലാത്തതായ വെളിയിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് ക്യാമ്പുകളിൽ ഞങ്ങളുടെ ആരാധനകൾ നേതൃത്വം നൽകാനായിട്ട് വരും. അതേമാതിരി തന്നെ അച്ഛന്മാർക്കൊന്നും കടന്നും വരാൻ സാധിക്കാത്ത സമയങ്ങളിലും കമ്പനികളിലൊക്കെയുള്ള ഉയർന്ന ലെവലിലുള്ള ആൾക്കാരുടെ ശ്രമകരമായിട്ട് അച്ഛന്മാരെ ക്യാമ്പുകളിൽ കൊണ്ടുവന്ന് കുർബാന നടത്താനായിട്ട് പറ്റുന്ന സമയങ്ങളിൽ കുർബാന നടത്തും. അല്ലെങ്കിൽ അല്ലാതെയുള്ള സമയത്ത് നോർമൽ സർവീസുകൾ ആരാധന നടത്തി പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവധിയല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ വൈകുന്നേരം ബുധനാഴ്ചയോ അങ്ങനെ വെള്ളിയാഴ്ച ഏതെങ്കിലും ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണി മുതലൊക്കെ പ്രയർ മീറ്റിംഗ് സംഘടിപ്പിക്കും. അതിൽ ഞങ്ങൾ ക്യാമ്പിലുള്ള ആൾക്കാർക്ക് പാടാനും പ്രാർത്ഥിക്കാനും അറിയാം, പ്രസംഗിക്കാനും അറിയാമോ എങ്കിൽ വെളിയിൽ നിന്ന് ആരെങ്കിലും വന്ന് ഓരോ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. പ്രവാസ ജീവിതത്തിൽ നമുക്ക് അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയും കഷ്ടതയും നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയില്ലാത്ത ജീവിതമാണെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ എല്ലാം ഏറിക്കൊണ്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയങ്ങൾ നമ്മൾ ദൈവത്തോട് ധാരാളമായ സമയങ്ങൾ നമ്മൾ അടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നെല്ലാം ഒരു വിടുതൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചേക്കുന്നത്. ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം എല്ലായിടത്തും ദൈവിക ആരാധനയിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ വീട്ടിൽ മറ്റ് പ്രാർത്ഥന ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ പോലും റൂമിൽ അതിന് വേദപുസ്തകം വായിക്കുകയും എല്ലാ ദിവസങ്ങളിലും മുടങ്ങാതെ സങ്കീർത്തനവും അധ്യായങ്ങളും വായിക്കുന്ന പതിവുണ്ടായിരുന്നു. അത് രാവിലെയും വൈകുന്നേരവും 2 നേരം തുടർന്ന് ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും വായിച്ച് പാടി പ്രാർത്ഥിച്ചായിരിക്കും ഓരോ ദിവസങ്ങളും അവസാനിക്കുന്നത്. ഞാനെൻ്റെ പ്രവാസ ജീവിതം തുടങ്ങി 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. ആദ്യമായിട്ട് കല്യാണം കഴിച്ച് പോകുന്നതായ ആ സമയത്ത് ഗൾഫിൽ ഉള്ള സമയത്താണ് ആദ്യത്തെ മകനെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നതും. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്താണ് ആദ്യത്തെ മോൻ്റെ ഡെലിവറി നടക്കുന്നതും. ആ സമയത്തൊക്കെ ദൈവം തമ്പുരാൻ ധാരാളമായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും തന്നു. പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും റെഗുലറായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആദ്യമായിട്ട് മകനെ ലഭിച്ചു. ആദ്യത്തെ മകൻ ജനിച്ച് 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമതൊരു മകൻ ജനിച്ചു. അങ്ങനെ പ്രവാസ ജീവിതത്തിൽ കുടുംബം ഇവിടെയും നമ്മൾ അവിടെയുമായിട്ട് ജീവിക്കുന്നെങ്കിലും പ്രയാസങ്ങളുണ്ടായിരുന്നെങ്കിലും ദൈവികമായിട്ടുള്ള കരുതൽ കൊണ്ട് കുടുംബവും ഭാര്യയും മക്കളും എല്ലാം അപ്പനും അമ്മയും എല്ലാം സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ട് സാധിച്ചു. പ്രവാസിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷം കുടുംബമായിട്ട് താമസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വളരെയേറെ വിഷമകരമായൊക്കെ അനുഭവങ്ങളാണ്. കാരണം അന്നത്തെ കാലത്ത് ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ
ഒരു കത്ത് വന്നിട്ട് തിരിച്ചതിൻ്റെ റിപ്ലൈ വരുന്നത് 15 ദിവസം എടുക്കും. ചുരുക്കം പറഞ്ഞാൽ അന്ന് ഒരു കത്ത് വന്നിട്ട് അടുത്ത ഒരു കത്ത് വരുന്നിടം വരെ ഈ കത്ത് വായിക്കുവാനായിട്ട് റെഗുലറായിട്ട് വായിക്കും. അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളിലാണ് അന്ന് ഇത്രയും പ്രയാസം ഉണ്ടായി. ഏതെങ്കിലും ദൈവികമായിട്ട് നമ്മൾ ചിന്തിച്ച് ജോലി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ദൈവത്തെ പാടി സ്തുതിച്ച് വായിച്ച് പാടി കിടക്കുമ്പോൾ നമ്മുടെ ആ പ്രയാസകരമായ അനുഭവങ്ങളിൽ നിന്നും കുടുംബം നാട്ടിലാണ് ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ഫീലിംഗ് എല്ലാം ദൈവം നമ്മളെ മാറ്റിത്തരും. നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് നമ്മൾ ഒരിക്കലും ഏകനായിട്ടല്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരിക്കും. യേശുവിലുള്ള വിശ്വാസം നമ്മുടെ ഒറ്റപ്പെട്ട അനുഭവത്തിലും നമുക്ക് ശക്തി ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ ജീവിതാനുഭവം. എൻ്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അപ്പച്ചനും അമ്മയും എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായിരുന്നു ഉള്ളത്. അതിൽ എൻ്റെ അമ്മ 10 വർഷത്തിന് മുമ്പിട്ട് മരിച്ചുപോയി. ഇപ്പോൾ ഉള്ളത് അപ്പച്ചനും. എൻ്റെ അപ്പച്ചന് 103 വയസ്സുണ്ട്. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും. എൻ്റെ ഭാര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിയുറച്ച ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ മാതാവിൻ്റെ എല്ലാ പെരുന്നാളുകൾക്കും ആലഞ്ചേരി പള്ളിയിൽ പോവുകയും അവിടെ നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിക്കുകയും ചെയ്യും. റെഗുലറായിട്ട് മാതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുള്ള എല്ലാ വർഷത്തിലെയും 8 നോയമ്പ് എടുക്കുകയും ചെയ്യും. ഇപ്പോഴെൻ്റെ കുടുംബത്തിൽ എൻ്റെ 2 മക്കളും വിദേശത്താണ്. ഇപ്പോൾ ഉള്ളത് എൻ്റെ ഭാര്യയും എൻ്റെ 103 വയസ്സുള്ള എൻ്റെ അപ്പനും എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയും അവനുള്ള 2 കുഞ്ഞുങ്ങളുമാണ്. എല്ലാ സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. എനിക്ക് 2 മക്കളാണ്. രണ്ടുപേരും അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇപ്പം ഒരാൾ ഖത്തറിലും ഒരാൾ ദുബൈയിലും വർക്ക് ചെയ്യുന്നു. അവർ അടിയുറച്ച ദൈവിക വിശ്വാസത്തിലാണ് വളർത്തിയത്. അവർ ചെറുപ്പത്തിലെ തന്നെ എല്ലാ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലും റെഗുലറായിട്ട് വിടുകയും സൺഡേ സ്കൂളിലും അതേമാതിരി യുവജനസഖ്യം എല്ലാ സംഘടനകളിലും അവർ പ്രവർത്തിക്കുകയും ഇപ്പോൾ അവർ പോയ സ്ഥലത്തും ദൈവികമായിട്ട് ജീവിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഭാര്യയുടെ പേര് ജയ സാമുവൽ. എൻ്റെ മൂത്ത മകൻ്റെ പേര് സാജൻ കെ സാമുവൽ. രണ്ടാമത്തെ മകൻ്റെ പേര് സിജോ കെ സാമുവൽ. മൂത്ത മകൻ്റെ ഭാര്യയുടെ പേര് ആനി സാജൻ. എൻ്റെ 2 കൊച്ചുമക്കളുടെ പേര് ഒന്ന് യുവ മറിയ സാജൻ, രണ്ടാമത്തെ എൻ്റെ കൊച്ചുമോടെ പേര് ഇവാനിയ മറിയ സാജൻ. എല്ലാം സന്തുഷ്ടമായിട്ട് ജീവിച്ചു പോകുന്നു. എൻ്റെ അപ്പച്ചൻ്റെ പേര് കുഞ്ഞുകുഞ്ഞ്, എം കുഞ്ഞുകുഞ്ഞ്. എൻ്റെ പ്രവാസ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്തതായ സ്നേഹിതരുണ്ട്. എൻ്റെ വളരെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്ന സമയത്ത് എന്നേക്കാളും മുൻപ് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ആദ്യമായിട്ട് ഗൾഫിൽ ചെല്ലുമ്പോൾ ഉള്ളതായ പ്രയാസങ്ങളിലെല്ലാം തണലായിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അറിയാമാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയായിരുന്നു റെജി. പുള്ളി ചെങ്ങന്നൂർ ആല സ്വദേശിയാണ്. പ്രവാസ ജീവിതത്തിൽ കുവൈറ്റ് ഇറാഖ് യുദ്ധസമയത്ത് ഞങ്ങൾക്ക് ആഹാരത്തിന് വളരെ പ്രയാസകരമായ അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് യാത്രയ്ക്ക് വേണ്ടി അന്ന് ഒരു പാസ്പോർട്ട് ഒരു വ്യക്തി ഒരു പാസ്പോർട്ടുമായിട്ട് ചെല്ലുമ്പോഴാണ് അവർ കുബൂസ് തരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരാഴ്ച ഞങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്ത് ഈ ജോർദാനിലെത്തുന്നിടം വരെ ഞങ്ങൾക്കുള്ള കയ്യിൽ ബസ്സിലുണ്ടായിരുന്ന വളരെ വിരളമായിട്ടുള്ള കുറേ കുബൂസും കുറേ പച്ചവെള്ളവും. അങ്ങനെ ഞങ്ങൾ അന്ന് ക്യാമ്പുകളിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നതായ എന്തെങ്കിലുമൊക്കെ ചിപ്സ് അങ്ങനെ ഉള്ള ഐറ്റം മാത്രമേ ഉള്ളായിരുന്നു. ഈ 2-3-4 ദിവസം ഞങ്ങൾ ജോർദാനിലെത്തുന്നിടം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഭക്ഷണത്തിന് ഏറ്റവും പ്രയാസകരമായിട്ട് തോന്നിയ ഒരു അവസ്ഥ ഈ ദിവസങ്ങളായിരുന്നു. ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ്. ഞങ്ങൾ ബസ്സിൽ കുവൈറ്റിൽ നിന്ന് തിരിക്കുമ്പോൾ തന്നെ കുറേ പച്ചവെള്ളവും കുറച്ച് കുബൂസും ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നു. അത് തിരിച്ച് ഞങ്ങൾ ജോർദാനിലെത്തുന്നിടം വരെ ഞങ്ങൾക്ക് ഇതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. ഈ ഫുഡിൻ്റേതായ ഈ ഷോർട്ടേജ് അനുഭവങ്ങളിലും യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക്
വിശപ്പിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തയില്ലായിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾക്ക് വിശപ്പ് മാറ്റി തന്നു എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോഴും. ഞാൻ വിശ്വസിക്കുന്നത് അന്ന് എനിക്കുള്ളതായ എൻ്റെ ഒരു ചിന്ത, അത്യുന്നതൻ്റെ മറവിലാണ് ഞാൻ വസിക്കുന്നത്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും യഹോവയുടെ ആ കരം ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തു. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് മറ്റ് യാതൊരു പ്രയാസങ്ങളും മറ്റ് യാതൊരു ബുദ്ധിമുട്ടുകളും ഏൽക്കില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, ആ യഹോവ ഞങ്ങളെ താങ്ങിക്കൊള്ളും. അതേമാതിരി തന്നെ പാപികളുടെയും പരിഹാസികളുടെയും ദുഷ്ടന്മാരുടെയും വഴിയിൽ ഞങ്ങൾക്ക് ഇരിക്കത്തില്ല എന്നുള്ളതായ ഒരു ചിന്ത. ഞങ്ങൾ ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു, നീതിമാൻ്റെ വഴി നല്ല അനുഭവങ്ങളിലുള്ള വഴിയാകുന്നു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ യഹോവ ഞങ്ങളെ എന്ന് വന്നേക്കും ഞങ്ങളുടെ ജീവിത അവസാനം വരെയും നടത്തുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലായിരുന്നു നമ്മുടെ ജീവിതം.